തിങ്കൾ പൂത്തപ്പോൾ ഒരു മാത്രയി മിഴി മിന്നിയോ നെഞ്ചിലെ കുളിർവള്ളിയിൽ പണിമഞ്ഞുമൈനകൾ മൂളിയോ. മതി 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 മതി. അച്ഛൻ ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഞാൻ ഓക്കെ അല്ലേ? നീ ഒരു കാലത്തും ഓക്കെ ആവൂലെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഇത് മതി എന്ന് പറഞ്ഞത്. എന്തായാലും നമ്മുടെ നാടക സമിതിയുടെ ടൈറ്റിൽ സോങ്ങിന്റെ റിഹേഴ്സൽ കഴിഞ്ഞു. ഇനി നമുക്ക് ഡയലോഗ് പോർഷന്റെ റിഹേഴ്സൽ നോക്കാം. ഡയലോഗ് പോർഷൻ കഴിഞ്ഞ 3 ദിവസമായി ഈ തൂണിനെ എന്റെ നായികയായി സങ്കല്പിച്ച് ഞാൻ പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ തൂണിന് പോലും ഇപ്പൊ എന്നോട് പ്രണയമാണ്. ഐ ലവ് യു. എടാ നിന്റെ കയ്യിലിരിപ്പ് വെച്ചിട്ടല്ല, ശരിക്കും നീ തൂണിൽ കെട്ടിയിട്ട് ചാട്ടമാറിന് അടിക്കേ വേണ്ടത്. എന്ത് വർത്തമാനാണ് ആശാൻ ഈ പറയുന്നത്? എന്റെ കയ്യിലിരിപ്പ് എന്താണ് കുഴപ്പം? ഞാൻ നായികയുമായിട്ടൊന്ന് മിങ്കിൾ ചെയ്ത് അഭിനയിച്ചു, അതാണോ തെറ്റ്? എടാ മിങ്കിൾ ചെയ്യുന്നതിനൊക്കെ ഒരു പരിധിയില്ലടാ. നമ്മൾ റിഹേഴ്സൽ ചെയ്യുമ്പോഴല്ലേ മിങ്കിൾ ചെയ്ത് അഭിനയിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഞാൻ അഭിനയിച്ചതല്ലേ. സ്റ്റേജിലപ്പോ നീ ഇതൊന്നും ചെയ്യില്ല. സ്റ്റേജ് ഞാൻ മറന്നു പോകും. നീ എങ്ങനെയാ മിങ്കിൾ ചെയ്ത് അഭിനയിച്ചത്? നിന്റെ ഒറ്റ ഡയലോഗിലാണ് ആ പെൺകുട്ടി ഇവിടെ തെറ്റിപ്പിരിച്ച് ഇറങ്ങിപ്പോയത്. ആശാനെ, ഞാൻ ഒരു ഡയലോഗ് എന്റെ കയ്യിൽ നിന്നിട്ടു, അതാണോ കുഴപ്പം? നീ എന്താണ് കയ്യിൽ നിന്നിട്ട്? ഞാനൊന്ന് കേൾക്കട്ടെ. ഐ പ്രണയിനി, എന്റെ സുന്ദരി, എന്റെ പ്രണയ പുഷ്പങ്ങൾ നിനക്ക് ഞാൻ തരട്ടെ. കമോൺ ബേബിയാ. അവന്റെ കമോൺ ബേബി. അല്ല, ഈ കമോൺ ബേബി പറയുമ്പോ തന്നെ യാ കയറി വരും. അതിങ്ങനെയാണ് അച്ഛാ. ഡയലോഗും പഠിക്കൂല. എന്താടാ മോനെ? അച്ഛാ, ഞാനേ ബാങ്കിലൊന്ന് പോയിട്ട് വരാം കേട്ടോ. ബാംഗ്ലൂരോ? ഞാനും വരുന്നു ബാംഗ്ലൂർ. ബാംഗ്ലൂരല്ല, ബാങ്കിൽ പോയിട്ട് വരാം. ബാങ്കിൽ പോയിട്ട്. എടാ മോനെ, നീ പോകുമ്പോഴേ നമ്മുടെ ജംഗ്ഷനിലെ ആ കുമാറിന്റെ കടയില് നമ്മുടെ ഫ്രണ്ട് കർട്ടൻ അടിക്കാൻ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിനകത്ത് ആ കർട്ടനില് എന്റെ ഫോൺ നമ്പറാണ് കൊടുത്തേക്കണത്. അത് മാറ്റിയിട്ട് ഇവന്റെ ഫോൺ നമ്പർ വെച്ചാൽ മതി. ഇപ്പോഴെങ്കിലും മനസ്സാന്തരം ഉണ്ടായല്ലോ ആശാനെ. എന്നോടുള്ള സ്നേഹം ഞാൻ മനസ്സിലാക്കുന്നു. എന്റെ ഫോൺ നമ്പർ തന്നെ കൊടുക്കണം. അയ്യോ, അത് നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ല. പിന്നെ എപ്പോ നാടകം കഴിഞ്ഞാലും അപ്പൊ ഇവന്റെ നമ്പർ ചോദിച്ച ആൾക്കാർ എന്റെ ഫോണിലേക്ക് വിളിയാ. ഇവനെ ചീത്ത വിളിക്കാൻ എടുക്കും. നമുക്ക് മാത്രമല്ല, അച്ഛനും വിളിക്കുന്നുണ്ട്. ഇനിയിപ്പോ ഇവന്റെ നമ്പർ വെച്ച് കഴിഞ്ഞാൽ ഇവര് തമ്മിലായിക്കോളൂല്ലോ. ഞാൻ എന്തിനാ എന്റെ ഇടയിൽ കിടന്ന് നീർന്നത്? അച്ഛൻ പറയുന്നതിലും കാര്യമുണ്ട്. ഈ ചേട്ടൻ ഡയലോഗ് പഠിക്കാത്തോണ്ടല്ലോ ഇങ്ങനെ തെറിയേക്കുന്നത്. ഞാൻ എന്ത് ഡയലോഗാണ്? നമ്മൾ ആപ്പാട് പറയുന്ന ഡയലോഗ് ഞാൻ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ടല്ലോ. ഒരു ഡയലോഗ് അല്ലേ ഉള്ളൂ. ഒറ്റ ഡയലോഗേ ചേട്ടനുള്ളൂ. അതാണ് ചേട്ടൻ തെറ്റിക്കുന്നത്. അതായത് ചേട്ടൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നാടകം കാണാൻ വന്നപ്പോൾ ചേട്ടൻ ആ ഡയലോഗ് തെറ്റിച്ചായിരുന്നു. കോൺസ്റ്റബിൾ കുട്ടമ്പിള്ള ക്വസ്റ്റ്യൻ ചെയ്യാൻ വരുമ്പോൾ ഞാൻ ഇവിടെ ഇല്ല എന്ന് പറയണം. എന്നിട്ട് ചേട്ടൻ എന്താ പറയുന്നത്? ക്വസ്റ്റ്യൻ പിള്ള കട്ടൻ ചായ ആയിട്ട് വരുമ്പോ ഞാനിവിടെ ഇല്ല എന്ന് പറയുന്നത്. ഒരു കാര്യം, ഈ വെളിയിൽ പോകുകയാണെങ്കിൽ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് തൊണ്ട വളരാനുള്ള ഒരു ഗുളിക മേടിക്കണം. അല്ല, തൊണ്ട ഇനിയും വളർന്നാലേ ഒട്ടകത്തിന്റെ മുഴ പോലെ ആവും. തൊണ്ട വളരാനല്ല, എന്റെ തൊണ്ട വരളുന്നു. അതിന് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ഞാൻ ഒന്ന് വാങ്ങിക്കൊടുക്കാതെ കേട്ടാ. ഇവനെ എപ്പ ഡയലോഗ് കൊടുത്തു കഴിഞ്ഞാലും അപ്പൊ തുടങ്ങും അവന്റെ തൊണ്ട വരൾച്ച. അപ്പനും മകനും കൂടെ എന്നെ അങ്ങോട്ട് ഇല്ലാതാക്കുന്നു. അസംഭവ്യം, നിർത്തിക്കൂടായെന്ന്. ഞാൻ പോവാ. ഞാൻ ഈ സമിതി നിൽക്കത്തില്ല. എന്റെ ജീവിതം ഈ സമിതി കൊണ്ട് ജീവിച്ചു തീർക്കാനുള്ളതല്ല. ഞാൻ എന്നേക്കുമായി പോകുന്നു. അപ്പനും മകനും എന്ത് തീരുമാനിച്ചു? ഞാൻ അപ്പൊ മറ്റേ ജോബി പാല പോയി. എവിടെ പോകണം? അവൻ അടുക്കളയിൽ പോയി ഭക്ഷണം കഴിക്കാൻ പോണതാണ് കേട്ടാ. ശരി, അപ്പൊ ഞാൻ പോയിട്ട് വരാം. നീ പോയിട്ട് വാ. ശരി. ഞാൻ അവിടെ ചെല്ലട്ടെ, അല്ലെങ്കിൽ ഒന്നും കിട്ടൂല കഴിക്കാനായിട്ട്. ഇതാണ് മോള് ചോദിച്ച ജീവന്റെ വീട്. അതായത് ഞങ്ങളുടെ ചന്ദ്രസാറിന്റെ വീടാണിത്. ജീവനുണ്ടാവോ ഇവിടെ? ജീവൻ ഉണ്ടോ എന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ല. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, മോൾ ഈ പറഞ്ഞൊക്കെ ഉള്ളതാണോ? സത്യോ ചേട്ടാ ഞാൻ പറഞ്ഞതൊക്കെ? അല്ല, ഈ ജീവൻ മോളെ തേച്ചെന്നൊക്കെ പറയണ കാര്യം ഉള്ളതാണോ? കരണ്ട. ഞാൻ പറയാം. ഞാൻ ചന്ദ്രസാറിന്റെ അടുത്ത് വേണമെങ്കിൽ സൂചിപ്പിക്കാം കേട്ടോ. മോളത് ചന്ദ്രസാറിനോട് പറഞ്ഞാൽ മതി കേട്ടോ. വേറെ പ്രശ്നമൊന്നുമില്ല. പറഞ്ഞോ കേട്ടോ. അയ്യോ, ചേട്ടൻ എവിടെ പോണ്? ഞാൻ പോണു. ചേട്ടൻ പോവില്ല, ഞാൻ ഒറ്റക്കായി പോവും. ഒറ്റയ്ക്കല്ലേ ഓട്ടോ പിടിച്ചു വന്നത്? ചേട്ടനൊന്ന് വന്ന് പറയേട്ടാ. എന്നെ സ്വന്തം സഹോദരനെ പോലെ കാണുകേട്ടോ. ഒന്ന് സഹോദരി പോലെ ആയിരുന്നു കൊണ്ടല്ല, അടിച്ചാൻ പറ്റിച്ചേനെ പ്രേമിച്ച് തേച്ചിട്ട് നടക്കണം നീ. ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടി വരും ചേട്ടാ. ആത്മഹത്യ വേണ്ട. ഒന്നും ചെയ്യണ്ട. ഞാൻ പറയാം. ചന്ദ്രസാറേ എന്താടാ ഇതാരാ നോക്ക്. പാൽ സരണികളിൽ കാൽ സരമഴകൾ പുൽക്കൊടികളിൽ പനിമണികൾ പാൽ സരണികളിൽ കാൽ സരമഴകൾ. നിനക്കെങ്കിലും തോന്നിയല്ലടാ ഈ സമിതിയിലേക്ക് ഒരു നായികയെ കൊണ്ടുവരാനായിട്ട്? മതി. നീ ഒന്നും പറയാൻ നിൽക്കണ്ട. പറ മോളെ, ഇതിനു മുമ്പ് ഏത് സമിതിയിലാ കളിച്ചിരുന്നത്? അല്ല,
അല്ല അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ല, ഉഗ്ര നാടകമാണ്. ഞാൻ കണ്ടിരുന്നു. അതിനകത്ത് നായിക കഥാപാത്രം അല്ലേ ഭയങ്കരമായിട്ട് ചെയ്തു. പക്ഷെ മേക്കപ്പ് ഇട്ട ആള് മാറിപ്പോട്ടാ. എനിക്കിപ്പോഴാ വ്യക്തമായത്. ഉദ്ദേശിക്കും പോലെ ഒന്നുമല്ല. അതിനു മുമ്പ് കളിച്ച നാടകമാണ്. അതും ഞാൻ കണ്ടായിരുന്നു. നല്ല പെർഫോമൻസ് ആ കുട്ടിയുടേത്. എടാ ടെൻഷനൊന്നും ആവണ്ടെന്ന് പറ. അല്ല, പൈസയുടെ കേസൊക്കെ ഞാൻ സെറ്റിൽ ചെയ്തോളാം. അതൊന്നും വിഷയമല്ല. നല്ല പേയ്മെന്റ് തന്നെ ഞാൻ കൊടുക്കും. ഇവള് തന്നെ മതി എന്റെ നായിക. ചന്ദ്ര സാറേ, നായിക അല്ല ഇത്. പിന്നെ ചന്ദ്ര സാറിന്റെ മോനിലെ ജീവൻ ജീവൻ സ്നേഹിച്ച് പറ്റിച്ച ഒരു പെൺകുട്ടിയാണിത്. ഈ കുട്ടി മോളെ, ഇവൻ പറയണൊക്കെ ശരിയാണ്. പറഞ്ഞുകൂടെ അങ്ങോട്ട്. സത്യം വെച്ചാ ജീവനില്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റൂല. ജീവനില്ലാതെ ആർക്കും ജീവിക്കാൻ പറ്റൂല, ചത്തുപോവും. അതല്ല, അച്ഛന്റെ മോൻ ജീവനില്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റൂലെന്ന്. ഞങ്ങൾ 5 വർഷമായിട്ട് ഇഷ്ടത്തില്ല അച്ഛാ. ഇപ്പൊ ഞാൻ വിളിച്ചിട്ട് ജീവൻ ഫോൺ പോലും എടുക്കണില്ല അച്ഛാ. ഓ, അവൻ അങ്ങനെയൊക്കെ ചെയ്താ? ഒരു കാര്യം ചെയ്യടാ. കാര്യങ്ങൾ എന്തായാലും ഇത്രയൊക്കെ ആയസ്ഥിതിക്ക് അവൻ പുറത്തു പോയിക്കാണ്. കുറച്ച് കഴിയുമ്പോ വരും. അവൻ വരുമ്പോ നമ്മൾ അവന്റെ മുമ്പിൽ ഒരു നാടകം കളിക്കും. ഇവള് പറഞ്ഞതൊക്കെ സത്യമാണോ തെറ്റാണോ എന്നറിയുന്നതിന് വേണ്ടി മാത്രം. അപ്പൊ നിങ്ങൾ നാടകങ്ങൾ ഞാൻ പോണം. നീ പോലെ നീ ഇവളെ കൊണ്ട് വന്നതല്ലേ, നീയും ഈ നാടകത്തിലെ ഒരു കഥാപാത്രമാണ്. എടാ, അപ്പൊ മോളുടെ പേരെന്താന്നാ പറഞ്ഞത്? എന്റെ പേര് ബിന്ദു. ബിന്ദുവിന്റെ വീട് എവിടെയാണ്? ഒറ്റപ്പാലം. അപ്പൊ ഒറ്റപ്പാലം ബിന്ദു ഇനി എന്റെ നാടകത്തിലെ കുറച്ചു നേരത്തേക്ക് നായിക കഥാപാത്രമാണ്. അയ്യോ അച്ഛാ, എനിക്ക് നാടകം അഭിനയിക്കാൻ അറിയാൻ പാടില്ലെന്ന്. ഇത് മതി. ഇത് ഇത്തിരി മീറ്റർ കുറച്ച് പറഞ്ഞേ. ഈ ഡയലോഗ് തന്നെ ഇത്തിരി സ്ലോ ആക്കി പറഞ്ഞേ. പറയട്ടെ അച്ഛാ, എനിക്ക് നാടകം അഭിനയിക്കാൻ അറിയില്ല അച്ഛാ. ഓക്കെയാണ്. അവൻ കുറച്ച് കഴിയുമ്പോ വരും. അപ്പൊ അവന്റെ മുമ്പില് നമ്മൾ ഒരു നാടകം അങ്ങ് കളിക്കും. അവൻ എന്താ ചെയ്യണെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അതേ വന്നിട്ടല്ലോ. അച്ഛനെ എന്തൊരു ഊണായിരുന്നു അച്ഛനെ അത്. ഞാനും കഴിച്ചാണല്ലോ. നല്ല ഊണാണ്. മത്തി വറുത്തൊക്കെ ഉണ്ടായിരുന്നല്ലോ. ആ മത്തി പോലും അറിഞ്ഞില്ല അതിനെ വറുത്ത ജീവിതം പോയി. എന്ത് കഷ്ടമാണ്. എന്നിട്ട് എനിക്ക് കഴിക്കാൻ മത്തിയൊന്നും കിട്ടിയില്ലല്ലോ സുഹൃത്തെ. അത് മൊത്തം അടിച്ചു കയറ്റിട്ടെ ഈ വർത്താനം പറയണത്. പാൽ സരണികളിൽ കാൽസരമഴകൾ, പുൽക്കൊടികളിൽ പനിമണികൾ. പാൽ സരണികളിൽ കാൽസരമഴകൾ. എന്റെ നായിക. നമ്മുടെ നായിക. അതെ, എനിക്കിഷ്ടമായി. ആരാ ഈ നായികനെ? അവനാ കൊണ്ടുവന്നത്. ഞാൻ കൊണ്ടുവന്ന. കൊള്ളാം. എന്താ കുട്ടിയുടെ പേര്? കുട്ടിയുടെ പേര് ബിന്ദുപ്പാല. ഒറ്റ പിന്നെ ബിന്ദു. പാലത്ത് നിന്ന് ബിന്ദു. എടാ, പാലത്തിൽ നിന്ന് ചാടി ചാവടാ നീയൊക്കെ. നീയൊക്കെ ഒരേ ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എടാ, ബിന്ദു എന്ന പേര്. ഒറ്റപ്പാലത്തെ വീട്. ഒറ്റപ്പാലം ബിന്ദു. അതെയല്ലേ? നമ്മുടെ പുതിയ നായിക. അത്രേ ഉള്ളൂ. എനിക്കിഷ്ടമായി. അല്ല, നമ്മുടെ നാടകത്തിന് ഇങ്ങനെ ഒരു കളർഫുൾ വന്നെങ്കിലേ നമ്മുടെ നാടകം എന്നേക്കുമായി ആൾക്കാർ ബുക്ക് ചെയ്യത്തുള്ളൂ. നീ കൂടുതലൊന്നും മിങ്കിൾ ചെയ്യാൻ നിൽക്കണ്ട കേട്ടാ. ബുക്കിംഗ് കണ്ടൊക്കെ നിന്നാ മതി. ഇത് പാലാ ജോബി, ഇവിടത്തെ ഒരു നടനാണ്. അതെ. കേഴ്സിന് ഞാൻ നന്നായിട്ട് ചെയ്യും. വേദി കയറുമ്പോ കയ്യിന്ന് പോകുന്നു അല്ലേ? ചെയ്തായിരുന്നു കേട്ടോ അത്. അത് കൊടുത്തായിരുന്നോ? കൊടുത്തായിരുന്നു. മോനെ, നീ പോവാൻ പറ്റേ. നീ ഈ കുട്ടീനെ അറിയോടാ? ഇല്ല അച്ഛാ, നീ പറഞ്ഞിട്ട് പോ. അല്ല, എനിക്ക് അറിയത്തില്ല അച്ഛാ, കണ്ടിട്ടില്ല ഞാൻ. എന്നാ ഇങ്ങ് വാ, ഞാൻ പരിചയപ്പെടുത്തി തരാം. മുൻപരിചയമുണ്ടോ? ഇവള് നമ്മുടെ നാടകത്തിലെ പുതിയ നായികയാണ്. പേര് ബിന്ദു. ഒറ്റപ്പാലത്തെ വീട്. അതെയല്ലേ? അപ്പൊ നമ്മള് ഇനി എല്ലാവരും കേൾക്കാൻ വേണ്ടിട്ട് ഞാൻ പറയാം. അഭിനയിക്കാനൊക്കെ അറിയാവുന്ന ആളാണോ? അല്ല, നിന്റെ അത്രയും പോരാ എങ്കിലും അവൾ അഭിനയിച്ചോളും. വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് അഭിനയിച്ചോളൂ. അപ്പൊ ഞാൻ പറയാൻ വന്നത്, നമ്മൾ ഇത്രയും നേരം കളിച്ച നാടകം, റിഹേഴ്സൽ ചെയ്ത നാടകമല്ല നമ്മളിവിടെ കളിക്കാൻ പോകുന്നത്. അയ്യോ, മാറ്റുവാണോ? വീണ്ടും മാറ്റി കഴിഞ്ഞാൽ ഡയലോഗ് ഞാൻ പഠിച്ചു. എന്റെ ഡയലോഗ് മറ്റേ കുട്ടമ്പിള്ള ഡയലോഗ് അല്ലേ? അത് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യാം. നീ ഒന്ന് സമാധാനപ്പെടും. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കുറച്ച് നേരം അല്ല, നീ വേണം. ഇതിനകത്ത് വേറൊരു എക്സ്ട്രാ ആർട്ടിസ്റ്റ് വന്നിട്ടുണ്ട്. ആ ആർട്ടിസ്റ്റ് നാളെ എത്തുള്ളൂ. അതിന് പകരം നീ ഡമ്മി ആയിട്ട് നിൽക്കണം. അപ്പൊ നമുക്ക് ആ നാടകത്തിന്റെ റിഹേഴ്സൽ തുടങ്ങാം. മോളെ, നിനക്ക് ചോദിക്കാനുള്ളതൊക്കെ ചോദിച്ചോ. പറഞ്ഞോ, മുഖത്ത് നോക്കി തന്നെ ചോദിച്ചോ. എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്ത്? ഞാൻ മനസ്സറിഞ്ഞല്ലേ സ്നേഹിച്ചേ. എന്തൊരു ആത്മാർത്ഥിയായിരുന്നു ഞാൻ നിങ്ങളോട് കാണിച്ചേ. എന്തിനാ എന്നെ ഇങ്ങനെ ചതിച്ചേ? നീ പോയി നിൽക്കടാ, നീ ഡമ്മിയാണ്. ഡമ്മിക്ക് ഡയലോഗ് ഇല്ല, മിണ്ടണ്ട. എന്താണ് ആശാനെ ഈ ഡയലോഗ് ഉള്ളതെല്ലാം കൂടി എനിക്ക് തരുന്നു, ഡമ്മി അവന് കൊടുക്കുന്നു. എനിക്ക് തരൂ ഡമ്മി. അവള് ഡയലോഗ് പറഞ്ഞ് തീർക്കട്ടാ. ഞാൻ മറ്റേ ഡയലോഗ് പഠിച്ചോണ്ടിരിക്കുക.
എനിക്കറിയണ എന്നെ എന്തിനാ ചതിച്ചെന്ന് പറയേ. അച്ഛാ ഇത് നീ അവിടെ പോയി നിക്കടാ മോളെ. നിന്റെ ഡയലോഗ് കഴിഞ്ഞാ? കഴിഞ്ഞു അച്ഛാ. ഇനി ഞാൻ പറയട്ടെ. ആ എടി, ഒരാളെ സ്നേഹിക്കുമ്പോ ആണൊരുത്തനെ വേണം സ്നേഹിക്കാനായിട്ട്. അല്ലാതെ നട്ടലിന്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടി വെച്ചിരിക്കുന്നവനെ ഒന്നും സ്നേഹിക്കാൻ കൊള്ളൂല. നിനക്ക് മനസ്സിലാവണ്ട? എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല അച്ഛാ. അവിടെയാണ് പെണ്ണുങ്ങളുടെ കുഴപ്പം. ഈ പെണ്ണെ ഞാൻ നാടകത്തിന്റെ പേരോടെ പറഞ്ഞിട്ട് അടിച്ചാൽ മതി. നാടകത്തിന്റെ പേരോടെ പറയണം. ഈ നാടകത്തിന് ഒറ്റ പേരേ ഉള്ളൂ. എന്താ? തന്തയ്ക്ക് പിറക്കാത്ത. അത് ഞാനല്ലേ? എടാ, എല്ലാം കയറി നീ ഏക്കല്ലടാ. സത്യം പറ, സത്യം പറ. ഞാനും ബിന്ദു 5 വർഷമായിട്ട് ഇഷ്ടത്തിലാണ് അച്ഛാ. ഞങ്ങള് ഇപ്പൊ ഈ വിളിച്ച് ഇറങ്ങി വരുമെന്നൊക്കെ പറഞ്ഞപ്പോ പേടിച്ചിട്ട് ഞാൻ ഒരാഴ്ചയായിട്ട് വിളിച്ചിട്ട് ഫോണൊന്നും എടുക്കില്ല. അങ്ങനെ ബിന്ദു, സോറി ബിന്ദു. വന്നേ 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 അച്ഛാ, എനിക്കൊരു കയ്യബദ്ധം പറ്റി അനുഗ്രഹിക്കണം. ഓക്കെ അല്ലേ കാര്യങ്ങൾ? സോറി ഇനിയിപ്പോ നിന്റെ ചതിക്കൂലല്ലോ അല്ലേ? സോറി. ഇനിയിപ്പോ നിന്റെ വേഷം കെട്ടൊന്നും ഇവളുടെ മുമ്പിൽ കാണിച്ചു പോരുത്. ഇല്ല ഇല്ല കേട്ടാ? കാണിക്കില്ല. അപ്പൊ എല്ലാം ശുഭമായിട്ട് തീർന്നില്ലേ? അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ബാക്കി റിഹേഴ്സലിലേക്ക് പോയാലോ? അച്ഛനെ, ഇത് റിഹേഴ്സൽ അല്ല, ഇത് നാടകമാണ്. ഇതാണ് ലൈഫ്. ഇതാണ് നമുക്ക് വേണ്ടത്. അതെ, ഇതാണ് നമുക്ക് വേണ്ടത്. അതെ, അതുകൊണ്ട് ഞാൻ മറ്റേ ഡയലോഗ് ഞാൻ നീ പഠിച്ച നിന്റെ ഡയലോഗ് പഠിച്ചാ എന്നാ പറ. ക്വസ്റ്റ്യൻ പിള്ള കുട്ടൻ ചെയ്യാൻ വരുമ്പോ ഞാൻ കട്ടൻ കാപ്പി ആയിട്ട് വരട്ടെ ആശാനെ. ഇറങ്ങി പോടാ.